മിക്ക ആളുകളും റിട്ടയർ ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇനിയെല്ലാം കഴിഞ്ഞു, ഇനി വെറുതെ ഇരിക്കാം എന്ന ചിന്തയിലേക്കാണ് വരാറ്. എന്താ വെച്ചാൽ കുറെ കാലമായി ജോലി എടുക്കുന്നു, വീട്ടിലെ ജോലി സ്ഥലത്തുള്ള ജോലി എല്ലാം കൂടി ആകുമ്പോൾ വളരെ കാലങ്ങളായി ജോലി ചെയ്തതാണ്, അതൊന്ന് മാറ്റി വെക്കണം ഒരു ആഗ്രഹത്തോടെയാണ് എല്ലാവരും മുന്നോട്ട് വരുന്നത്. പക്ഷെ അതല്ല, നമ്മളെ ഇത്രയും സ്മാർട്ട് ആക്കുന്നതും ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ഈ ജോലിയാണ്. അപ്പൊ നമ്മൾ എന്തിലെങ്കിലും മുഴുകിയിരുന്നാൽ നമുക്ക് കൂടുതലായി സ്മാർട്ട് ആകാൻ സാധിക്കും. അപ്പം റിട്ടയർ ആയി കഴിഞ്ഞാലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, വായിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പാട്ട് കേൾക്കാം, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ പഠിക്കാം, പാട്ട് പഠിക്കാം, ഡാൻസ് പഠിക്കാം, എന്താ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ കൃഷി ചെയ്യാം, പൂന്തോട്ട നിർമ്മാണം ചെയ്യാം, പച്ചക്കറി കൃഷി ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ചെറിയ ചെറിയ ബിസിനസ്സുകൾ തുടങ്ങാം, നല്ല കുക്കിംഗ് പരിചയപ്പെടാം. ഇതെല്ലാം ചെയ്ത് എന്തിലെങ്കിലും നമ്മൾ എൻഗേജ്ഡ് ആയിരിക്കുക. ഇങ്ങനെ എൻഗേജ്ഡ് ആയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം മാറും. അപ്പൊ നമുക്ക് സ്മാർട്ട് ആയിരിക്കാം. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ വിചാരിക്കും റിട്ടയർ ചെയ്താലാണ് സ്വസ്ഥ ജീവിതം, പക്ഷെ അല്ല. നമ്മൾ എന്തിലെങ്കിലും മുഴുകിയിരിക്കുക, എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിരുന്നാൽ മാത്രമേ നമുക്ക് സ്മാർട്ട് ആയിരിക്കാൻ പറ്റുള്ളൂ. പൊതുപ്രവർത്തനം ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് സന്തോഷമായിട്ട് മുന്നോട്ട് പോവുക, ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ട്. അപ്പോൾ വെറുതെ ഇരിക്കാതിരിക്കുക, ഒരു റൂമിൽ ഒരു അടച്ചിട്ട പോലെ. ഇപ്പൊ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു, കഴിഞ്ഞ ദിവസം വിദേശത്തു നിന്ന് വന്നതാണ്. അവര് വന്നിട്ട് അവർക്ക് ഇവിടെ ഒത്തുപോകാൻ പറ്റുന്നില്ല, ആകെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യാമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. അപ്പൊ അതാ ഞാൻ പറയുന്നത്, അപ്പൊ നമുക്ക് വന്നാലേ നമ്മൾ സന്തോഷം കണ്ടെത്തുക. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അപ്പൊ നമുക്ക് വരാതിരിക്കാൻ നിവൃത്തിയില്ല, വന്നുപോയി. അതുപോലെ നമുക്ക് റിട്ടയർ ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല, റിട്ടയർ ചെയ്തു. ഇതൊക്കെ വരുന്ന അവസരങ്ങൾ നമ്മള് സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നല്ല ചിന്തകളെ, പോസിറ്റീവ് ചിന്തകളെ, പോസിറ്റീവ് അഫർമേഷൻസ് ഒക്കെ നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക, മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, അതുപോലെ ശ്വസന വ്യായാമങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത്യാവശ്യം കുറച്ച് വ്യായാമമൊക്കെ ചെയ്യാം. അതിൻ്റെ കൂടെ ജോഗിങ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പകൽ സമയത്തൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമുക്ക് ആസ്വദിച്ച് സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും.